നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണ്. ഈന്തപ്പഴവും ബീട്രൂട്ടും വെച്ചുള്ള ഒരു അച്ചാർ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈന്തപ്പഴവും ബീട്രൂട്ടും വെച്ചുള്ള അച്ചാർ ഉണ്ടാക്കുന്നതിന് ഞാനൊരു 2 ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 200 ഗ്രാമോളം ഈത്തപ്പഴം അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഞാനൊന്ന് പേസ്റ്റാക്കി വെച്ച്. ഇത് വെളുത്തിരിക്കുന്നത് വെള്ള പോലത്തെ ഈത്തപ്പഴമായിരുന്നു, കളറില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം 2 സ്പൂൺ വീതം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി പിന്നെ കായപ്പൊടിയാണ് വേണ്ടത്. ഇതൊരു 2 സ്പൂൺ, വലിയ സ്പൂൺ 2 സ്പൂണ് മുളക് പൊടിയുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും അതുപോലെ 1/4 സ്പൂൺ കായപ്പൊടിയുമാണ്. പിന്നെ ഇതിലേക്ക് വിനാഗിറും എണ്ണയും, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയിലല്ല. ഇത് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അടച്ചു വെച്ചാൽ കടുവെല്ലാം തെറിച്ച് പോകാതിരിക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് മൂപ്പിക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ മൂക്കണം. നല്ലൊരു കിരിയിലാന്ന് മൂക്കുന്ന പോലെ ഇച്ചിരി മൂക്കണം, കട്ടി കുറഞ്ഞാണൊക്കെ ആകാന്. ഇനി അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. മുളകും മഞ്ഞയും എല്ലാം നല്ലതുപോലെ മൂക്കണം. മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്ത് ഇനി ഇത് ഇളക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ബീട്രൂട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഈത്തപ്പഴം ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ബീട്രൂട്ട് ഇപ്പോൾ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങി അതിൽ വെന്തിട്ടുണ്ട്. നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 50 മില്ലി വിനാഗർ കൂടെ ഒഴിക്കുന്നു.
എരിയും പുളിയും മധുരവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുമ്പം അതുപോലെ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ശർക്കര കൂടി ചേർക്കുന്നു. അങ്ങനെ നമ്മുടെ ബീഫ് അച്ചാർ റെഡിയായിട്ട് ഇപ്പം എല്ലാം പാകമായിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ബീട്രൂട്ടും ഡേറ്റ്സും വെച്ചുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നല്ല ടേസ്റ്റിയായ അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.